ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 102 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 1625 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൌരന്മാരോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള അവസരമെന്ന് രാഷ്ട്രപതി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. പ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന്. പൂരത്തെ വരവേറ്റ് നാടും നഗരവും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. 39 മണ്ഡലങ്ങളുള്ള തമിഴ്നാട്ടിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നിവിടങ്ങളിലുമാണ് ഇന്ന് ഒറ്റഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാവുക. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ 8ഉം മധ്യപ്രദേശിലെ 6ഉം അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 5 വീതം സീറ്റുകളിലും ബീഹാറിൽ 4ഉം പശ്ചിമ ബംഗാളിൽ 3ഉം മണിപ്പൂരിൽ 2ഉം ഛത്തീസ്ഗഡിലെയും ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ സീറ്റിലും സമ്മതിദായകർ ഇന്ന് വിധിയെഴുതും. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. 1625 സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത്. കേന്ദ്രമന്ത്രിമാരായ ജിതേന്ദ്ര സിംഗ്, നിതിൻ ഗഡ്കരി, കിരൺ റിജിജു, ഭൂപേന്ദർ യാദവ്, അർജുൻ റാം മേഘ്വാൾ, എൽ മുരുകൻ, മുൻ തെലങ്കാന ഗവർണർ തമിഴിസൈ സൌന്ദരരാജൻ, ത്രിപുര മുൻ മുഖ്യമന്ത്രി ബിപ്ലബ് കുമാർ ദേബ്, മുൻ ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത്, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം, കോൺഗ്രസ് നേതാക്കളായ കാർത്തി ചിദംബരം, മാണിക്കം ടാഗോർ, നകുൽനാഥ്, BJP നേതാവ് പൊൻ രാധാകൃഷ്ണൻ, പാർട്ടിയുടെ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമലൈ, DMK നേതാക്കളായ ദയാനിധിമാരൻ, കനിമൊഴി കരുണാനിധി, CPM നേതാവ് അമ്ര റാം തുടങ്ങിയവരാണ് ഇന്ന് ജനവിധി തേടുന്ന പ്രമുഖർ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പൌരന്മാരോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ പങ്കാളിത്തത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിച്ച രാഷ്ട്രപതി രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള സുപ്രധാന തിരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാർ അവസരം വിനിയോഗിക്കണമെന്നും പറഞ്ഞു. ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം മാത്രമല്ല, ജനാധിപത്യത്തിന്റെ മാതാവ് കൂടിയാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു. ജനാധിപത്യ ഉത്തരവാദിത്തം തിരിച്ചറിയണമെന്നും വോട്ടെടുപ്പിൽ പങ്കാളികളാകണമെന്നും രാജ്യത്തെ സമ്മതിദായകരോട് അഭ്യർത്ഥിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ. ഓരോ വോട്ടും നിർണായകമാകുന്ന അവസരങ്ങൾ ഉണ്ടാകാമെന്നും അതിനാൽ തങ്ങളുടെ വോട്ട് വില കുറച്ച് കാണരുതെന്നും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന് മുന്നോടിയായി ആകാശവാണിയോട് സംസാരിക്കുകയായിരുന്നു ശ്രീ രാജീവ് കുമാർ. ആദ്യഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച പോളിംഗ് വൈകിട്ട് 6 മണിക്ക് പൂർത്തിയാകും. സമാധാനപരമായ വോട്ടെടുപ്പിനായി പോളിംഗ് സ്റ്റേഷനുകളിൽ കേന്ദ്രസേനയെ ഉൾപ്പെടെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ, കമ്മീഷൻ അംഗങ്ങളായ ഗ്യാനേഷ് കുമാർ, സുഖ്ബീർ സിംഗ് സന്ധു എന്നിവർ പൊതു തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ടം സുഗമമായി നടത്തുന്നതിനുള്ള അവസാനവട്ട ഒരുക്കങ്ങൾ വിലയിരുത്തി. 18 ലക്ഷത്തിലധികം പോളിംഗ് ഉദ്യോഗസ്ഥരെയാണ് വോട്ടെടുപ്പ് നടത്തിപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. 134 സ്ത്രീകൾ ഉൾപ്പെടെ 1625 സ്ഥാനാർത്ഥികൾ ഇന്ന് ജനവിധി തേടും. കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ മണ്ഡലങ്ങളിലെത്തിച്ച് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. BJP ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ഇന്ന് വയനാട്, പാലക്കാട്, കോട്ടയം, തിരുവനന്തപുരം ജില്ലകളിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി രാവിലെ 10:30 കുമരകത്തും വൈകിട്ട് 3 കുടമാളൂരിലും 5 നാട്ടകത്തും പ്രസംഗിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിൽ പര്യടനം നടത്തും. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ ചാലക്കുടി, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. കർണാടക മന്ത്രി KJ ജോർജും UDF-നായി പര്യടന രംഗത്തുണ്ട്. തമിഴ്നാട്ടിലെ 39 ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് ആരംഭിച്ചു. ഒറ്റഘട്ടമായിട്ടാണ് തിരഞ്ഞെടുപ്പ്. വിലവൻകോട് നിയമസഭാ മണ്ഡലത്തിലും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. 68,321 പോളിംഗ് സ്റ്റേഷനിൽ രാവിലെ 7 മണിക്കാണ് തിരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. 950 സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്ന തിരഞ്ഞെടുപ്പിൽ 6,23,00,000 വോട്ടർമാർ സമ്മതിദായക അവകാശം വിനിയോഗിക്കും.
119 കമ്പനി കേന്ദ്രസേനയെയും 1,00,000 സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥരെയും സേനയിൽ നിന്ന് വിരമിച്ച 12,200 പേരെയും ആന്ധ്ര തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹോം ഗാർഡുകളെയും തിരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ രാവിലെ 7:30 വോട്ടെടുപ്പ് ആരംഭിക്കും. 6 മണിയോടെ മോക്ക് പോളിംഗ് പ്രക്രിയകൾ ആരംഭിച്ചു. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് നടക്കുക. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 29,278 പുരുഷന്മാരും 28,506 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 57,784 വോട്ടർമാരാണ് ലക്ഷദ്വീപിൽ സമ്മതിദാനം രേഖപ്പെടുത്താനായിട്ടുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു. 9 സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മഹാരാഷ്ട്രയിലെ വാർധ മണ്ഡലത്തിലെ ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. വൈകുന്നേരം തലേഗാവ് ഗ്രാമത്തിൽ നടക്കുന്ന പ്രചാരണ പരിപാടിയിലാണ് അദ്ദേഹം പങ്കെടുക്കുക. സിറ്റിംഗ് എംപി രാംദാസ് തദാസ് ആണ് ബിജെപി സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. മഹാവികാസ് അഘാഡിയിൽ നിന്ന് എൻസിപി ശരത് ചന്ദ്ര പവാർ വിഭാഗം സ്ഥാനാർത്ഥിയായി അമർ കാലെയും ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായി മോഹൻ രാക്വാറുമാണ് മത്സരിക്കുന്നത്. മണ്ഡലത്തിൽ ആകെ 24 സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തുണ്ട്. ഈ മാസം 26-നാണ് വോട്ടെടുപ്പ്. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി റോസ് അവന്യൂ കോടതി ഈ മാസം 26 വരെ നീട്ടി. കേസിൽ അടുത്ത വാദം 26-ന് നടത്താനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഹാജരാക്കാനുള്ള രേഖകളുടെ പട്ടികയും കോടതി സിസോദിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഈ മാസം 18 വരെയായിരുന്നു സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നത്. വിസ്മയങ്ങൾ നിറച്ച് തൃശൂർ പൂരം ഇന്ന്. ജനലക്ഷങ്ങൾ ശക്തന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തും. ഇന്ന് രാവിലെ 6 മുതൽ ചെറുപൂരങ്ങൾ വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിത്തുടങ്ങി. മഠത്തിൽ വരവ് രാവിലെ 11-നും ഇലഞ്ഞിത്തറമേളം 2-നും പ്രധാന ചടങ്ങായ കുടമാറ്റം വൈകിട്ട് 4-നും അരങ്ങേറും. നാളെ പുലർച്ചെയാണ് പ്രധാന വെടിക്കെട്ട്. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ഇന്ന് തൃശൂർ താലൂക്ക് പരിധിയിൽ ഉൾപ്പെടെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL-ൽ ഇന്നലെ നടന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനെതിരെ മുംബൈ ഇന്ത്യൻസിന് 9 റൺസിന്റെ വിജയം. 193 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് 19.1 ഓവറിൽ 183 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ നിശ്ചിത 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 192 റൺസ് നേടി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ഏകന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. ഭുവനേശ്വരിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30-നാണ് ആദ്യ നോക്കൌട്ട് മത്സരം. ഇന്ന് ജയിക്കുന്നവർ സെമി ഫൈനലിന് യോഗ്യത നേടും. പലസ്തീന് ഐക്യരാഷ്ട്രസഭയിൽ പൂർണ്ണ അംഗത്വം നൽകുന്ന പ്രമേയം അമേരിക്ക തടഞ്ഞു. 193 അംഗ UN പൊതുസഭയ്ക്ക് നൽകിയ കരട് പ്രമേയമാണ് തള്ളിയത്. ബ്രിട്ടൻ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. മറ്റ് 12 കൌൺസിൽ അംഗങ്ങൾ പ്രമേയത്തെ പിന്താങ്ങി. സ്വതന്ത്ര പലസ്തീൻ എന്നത് ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ചർച്ചകളിലൂടെയാണ് യാഥാർത്ഥ്യമാകേണ്ടതെന്നും UN നടപടികളിലൂടെയല്ലെന്നും ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിൽ സംസാരിക്കവെ US ഡെപ്യൂട്ടി അംബാസിഡർ റോബർട്ട് വുഡ് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സൈബർ ആക്രമണം, വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് ഇതുവരെ 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സമൂഹത്തിൽ വിദ്വേഷവും സ്പർദ്ധയും വളർത്തുന്ന തരത്തിലുള്ള ഇത്തരം സന്ദേശങ്ങൾ നിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നവർക്കെതിരെയും അവ പങ്കുവയ്ക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 102 മണ്ഡലങ്ങളിലായി ജനവിധി തേടുന്നത് 1625 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൌരന്മാരോട് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യത്തിന്റെ ഭാഗധേയം നിർണ്ണയിക്കാനുള്ള അവസരമെന്ന് രാഷ്ട്രപതി. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. പ്രചാരണ രംഗത്ത് സജീവമായി ദേശീയ നേതാക്കൾ. പ്രസിദ്ധമായ തൃശൂർ പൂരം ഇന്ന്. പൂരത്തെ വരവേറ്റ നാടും നഗരവും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തി. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FC പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.